ഹായ് ഓൾ. കഴിഞ്ഞ വീഡിയോയിൽ നോൺ റെസിഡൻഷ്യൽ അക്കാഡമിയെ പറ്റിയാണ് ഞാൻ സംസാരിച്ചിരുന്നത്. ഇതിൽ റെസിഡൻഷ്യൽ അക്കാഡമിയെ പറ്റി നമ്മൾ അഡീഷണലായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. നമ്പർ 1 ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ്. ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റി എങ്ങനെയുണ്ടെന്ന് നമ്മൾ നേരിട്ട് വിസിറ്റ് ചെയ്ത് വിലയിരുത്തുക. ഹോസ്റ്റൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണോ, വാഷിംഗ് ഫെസിലിറ്റി, ടോയ്ലറ്റ്സ്, റൂംസ് ഒക്കെ എങ്ങനെയുണ്ട്, അവരുടെ ബെഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എത്ര കുട്ടികളാണ് ഒരു റൂമിൽ, അതുപോലെ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഇലക്ട്രിസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അസസ് ചെയ്യുക. നമ്മുടെ കുട്ടികളെ അവിടെ ആക്കി കഴിഞ്ഞാൽ അവർ കംഫർട്ടബിൾ ആയിരിക്കും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കും. വാർഡനെ പറ്റി നമ്മൾ നല്ലതുപോലെ ഒരു സ്റ്റഡി നടത്തിയിരിക്കണം. ആരാണ് ഹോസ്റ്റൽ വാർഡൻ, അദ്ദേഹം 24 hours ഹോസ്റ്റലിൽ അവൈലബിൾ ആണോ, കുട്ടികളുമായിട്ട് ഇടപഴകാൻ നല്ല സ്വഭാവമുള്ള വാർഡനാണോ, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് കുട്ടികളോ പാരൻസോ ആയിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ താമസിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അത് വാർഡൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഹോസ്റ്റലിലാക്കുമ്പോൾ. നമ്മൾ അതുകൊണ്ട് ആരാണ് വാർഡൻ നിർബന്ധമായിട്ടും നമ്മൾ തിരക്കി അന്വേഷിച്ച് അറിഞ്ഞിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം. ഇപ്പം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ വിസിറ്റ് ചെയ്യുക, സ്കൂളിൽ മാനേജ്മെൻറ്റും ടീച്ചേഴ്സുമായിട്ട് ഒരു ഓപ്പൺ ഡിസ്കഷൻ വയ്ക്കുക. പ്രീവിയസ് ഇയർ അക്കാഡമിയിൽ പഠിച്ച കുട്ടികളുടെ റിസൾട്ട്സ് അന്വേഷിക്കുക. അതിനെപ്പറ്റി തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റും അക്കാഡമിയും തമ്മിലുള്ള ബന്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സോളിഡ് ആണെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കുക. അക്കാഡമിക്ക് AFFൻ്റെ അക്രഡിറ്റേഷൻ ഉണ്ടോ എന്ന് തിരക്കാവുന്നതാണ്. AFF പറയുന്ന കുറച്ച് നോംസ് ഉണ്ട്. അത് മീറ്റ് ചെയ്യുന്ന അക്കാഡമീസിന് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കും. 11th ഗ്രൗണ്ട് വേണം, ടെക്നിക്കൽ ഡയറക്ടറായിട്ട് ഒരു B ലൈസൻസ് കഴിഞ്ഞ കോച്ച് വേണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിനായിട്ട്. അതുപോലെ KFAയിൽ രജിസ്റ്റേർഡ് ആണോ അക്കാഡമി. രജിസ്റ്റേർഡ് ആണെങ്കിൽ മാത്രമേ KFA കണ്ടക്ട് ചെയ്യുന്ന ടൂർണമെൻറ്റ്സിൽ അക്കാഡമിയുടെ പേരിൽ കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് മറ്റേതെങ്കിലും അക്കാഡമിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്ലബിൻ്റെ പേരിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുകയുള്ളൂ. അക്കാഡമി നടത്തുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ ആ അക്കാഡമിയുടെ പേരിൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അക്കാഡമി നടത്തുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. വീക്ക്ലി മെനു നമുക്ക് സ്പോർട്സ് അത്ലീറ്റ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ ഡയറ്റ്. സോ സ്പോർട്സിന് ആവശ്യമായ രീതിയിലുള്ളൊരു ഡയറ്റ് വീക്ക്ലി അവർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഫുട്ബോൾ പ്ലേയേഴ്സ് ആണെങ്കിൽ ഒരു ഫുട്ബോൾ ഡയറ്റ് ഉണ്ടാവും. ആ ഡയറ്റ് അനുസരിച്ചിട്ടാണ് കാർബ്സും പ്രോട്ടീൻസും ഫാറ്റ്സും മിനറൽസും ഒക്കെ ഈക്വൽ പ്രപ്പോർഷനിൽ കൊടുക്കുന്ന ഒരു ഡയറ്റ് ആയിരിക്കണം. അപ്പോൾ അത് എല്ലാം അവിടെ അവരത് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പുവരുത്തുക. അവസാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ കുട്ടിക്ക് അത്യാവശ്യം ടാലൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റോ സ്റ്റേറ്റോ ഒക്കെ കളിച്ചൊരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവന് സ്കോളർഷിപ്പ് ലഭിക്കാനും, ചിലപ്പം ഇന്ന് കേരളത്തിൽ ഒട്ടനവധി മികച്ച അക്കാഡമികളുണ്ട്. അവർ ഫ്രീ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അതിന് സെലക്ഷൻ ട്രയൽസ് ഒക്കെ ഉണ്ടാവും. അതിൽ പോയി പെർഫോം ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഫ്രീ ട്രെയിനിങ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കുക. അഥവാ ഇപ്പം ഫീസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്ത് ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പം കേരളത്തിലെ ടോപ്പ് അക്കാഡമീസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഗ്രാസ് കോർട്ടും 11th ഗ്രാസ് കോർട്ട്, ജിം ഫെസിലിറ്റി, എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരുപാട് അക്കാഡമീസ് ഉണ്ട്. അപ്പോൾ ആ ഫെസിലിറ്റീസ് കൂടുന്നതനുസരിച്ച് കുട്ടികളുടെ ഫീസും കൂടും. ഒരു ആവറേജ് ഫീസ് എന്ന് പറയുന്നത് ഒരു 7,000 ഒരു 10,000 ഇടയിലാണ് ഇന്നത്തെ ഒരു സ്റ്റാൻഡേർഡ്. പിന്നെ ഫെസിലിറ്റീസ് കൂടുന്നതനുസരിച്ച് അത് വീണ്ടും കൂടിപ്പോകും. അതായത് AC അക്കോമഡേഷനും ഗ്രാസ് ഗ്രൗണ്ടും ജിമ്മും അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് കൂടുന്നതനുസരിച്ച്, അക്കോമഡേഷൻ ഫെസിലിറ്റി ഇതൊക്കെ കൂടുന്നതനുസരിച്ച് ഫീസ് തീർച്ചയായിട്ടും കൂടും. പക്ഷേ എങ്കിലും ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന് ഒട്ടനവധി അക്കാഡമികൾ ഫ്രീ ട്രെയിനിങ് കുട്ടികൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആ ട്രയൽസിൽ അവരെ പങ്കെടുപ്പിക്കുക. അങ്ങനെ ഇങ്ങനെയുള്ള ട്രയൽസുകൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ വഴിയും ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ട്രയൽസും കുട്ടികളെ പങ്കെടുപ്പിക്കാനായിട്ട് രക്ഷിതാക്കൾ പ്രത്യേകം വരും ദിവസങ്ങളിൽ കൊല്ലം ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന കൂടുതൽ അക്കാഡമികൾ സന്ദർശിച്ച് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾ എത്തിക്കുന്നതാണ്. ഏതെങ്കിലും കോച്ചിനോ അക്കാഡമിക്കോ ഞങ്ങൾ നിങ്ങളുടെ അക്കാഡമി സന്ദർശിച്ച് വീഡിയോ ചെയ്യുന്നതിൽ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.